ഹായ്, റീബർത്ത് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് പറയാൻ തന്നെയാണ്. ലോ ഓഫ് അട്രാക്ഷനും മാനിഫെസ്റ്റേഷനും നടക്കാതിരിക്കുന്നതും അത് നടക്കാൻ വേണ്ടിയിട്ടുള്ള എന്തൊക്കെ ചെയ്യണം എന്നുള്ളതൊക്കെ ഇതിന് മുന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ ചെയ്യുകയുണ്ടായി. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു കണ്ടന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്തിട്ടായിരിക്കും ഞാൻ ഓരോ ദിവസത്തെയും വീഡിയോ ഒക്കെ ചെയ്യുന്നത്. കാരണം ഞാൻ എല്ലാവരും ഒബ്സർവ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളാണ്. ആരിൽ നിന്ന് എല്ലാവരും ഒബ്സർവ് ചെയ്യുകയും അവരിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പഠിക്കാനും അവരിൽ നിന്ന് പഠിക്കുന്ന കാര്യങ്ങൾ വെച്ച് എൻ്റെ ലൈഫ് ചേഞ്ച് ചെയ്യാനും ഒക്കെ ഞാൻ ഒബ്സർവ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് എനിക്ക് ഞാൻ സ്ഥിരമായി കാണുന്ന ഒരാൾ തന്നെയാണ്, പുതുതായിട്ട് കണ്ട ഒരാളല്ല. പക്ഷേ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ടെൻഷന്റെയും പ്രയാസത്തിന്റെയും ഒരു പരിധിയിൽ കൂടുതൽ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്ന് നമുക്കൊന്ന് ഒന്ന് ചിന്തിച്ചു നോക്കാം. കാരണം നമ്മുടെ ചുറ്റിനും ഒരുപാട് പേര്, ഞാൻ ഉൾപ്പെടെ, ഡേ ടു ഡേ ലൈഫിൽ ഒരുപാട് ടെൻഷൻസുമായിട്ടാണ് പോകുന്നത്. നമ്മുടെ ടെൻഷന്റെ ഒക്കെ ഒരു കാരണം എന്താണ് എന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ഈ ടെൻഷൻ പിടിച്ച മൈൻഡിനെ മാറ്റി നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എങ്ങനെ നടത്തിയെടുക്കാം, എങ്ങനെ നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം നടത്തി സ്വപ്നതുല്യമായ ഒരു ജീവിതത്തിലേക്ക് പോകാം. നമ്മുടെ എല്ലാവരുടെയും ലൈഫില് കുഞ്ഞുനാളെ ഒരുപാട് സന്തോഷം അനുഭവിച്ച് വളർന്നവരുണ്ട്, ഒരുപാട് സങ്കടമുള്ള ജീവിതത്തിൽ കൂടി പോയവരുണ്ട്. ഒരുപാട് സന്തോഷമുള്ള ചുറ്റുപാട് അനുഭവിച്ച് വളർന്നവർക്കും ഒരുപാട് സങ്കടമുള്ള ചുറ്റുപാട് അനുഭവിച്ച് വളർന്നവർക്കും അവരുടെ മെന്റലി അല്ലെങ്കിൽ മൈൻഡിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം കുഞ്ഞിനെ തട്ടാത്തവരായിട്ട് ആരും തന്നെയില്ല. അപ്പൊ നമ്മൾ വലുതായി കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന എന്താണ്, നമ്മുടെ കുഞ്ഞുനാളത്തെ പ്രശ്നങ്ങളൊക്കെ തീർന്നു. പക്ഷേ നമ്മൾ വലുതായി കഴിഞ്ഞിട്ട് നമുക്ക് വരുന്ന ആവശ്യമില്ലാത്ത ടെൻഷന്റെയും ബുദ്ധിമുട്ടുകളുടെയും ഒക്കെ കാരണം അപ്പോഴത്തെ നിലവിലുള്ള ഒരു പ്രശ്നമാണെന്ന് കരുതി നമ്മൾ ഇരിക്കുകയാണ്, അല്ലെ? പക്ഷെ അങ്ങനെയല്ല. നമ്മുടെ കുഞ്ഞുനാളും നമ്മുടെ ബാല്യകാലത്ത് നമ്മുടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങള് ഇന്നർ ചൈൽഡിൽ നമുക്ക് ഒരുപാട് പ്രോബ്ലംസ്, നമ്മുടെ ആ ഒരു ചൈൽഡ്ഹുഡിൽ സംഭവിച്ച കാര്യങ്ങൾ നമുക്കിങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളായിട്ട് നമ്മുടെ മനസ്സിനകത്ത് ഇങ്ങനെ കിടക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇതിന് മുന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ ഇതിനെക്കുറിച്ച് പറയുകയുണ്ടായി. പക്ഷെ അത് ഹീല് ചെയ്ത് മാറ്റണം. നിങ്ങളുടെ പ്രോബ്ലംസിനെ, കുഞ്ഞുനാള് തുടങ്ങിയുള്ള പ്രോബ്ലംസിനെ നമുക്ക് ഹീല് ചെയ്ത് മാറ്റാൻ കഴിയണം. എല്ലാ പ്രശ്നങ്ങളെയും നമ്മൾ മെഡിറ്റേഷനിലൂടെ ഹീല് ചെയ്ത് മാറ്റണം. നമ്മൾ മെഡിറ്റേഷൻ പ്രോപ്പർലി ചെയ്തിട്ട് നമ്മുടെ ഒരു കണ്ണടച്ച് സ്വസ്ഥമായി ഒരിടത്ത് ഇരുന്നിട്ട് നമ്മൾ മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് കുഞ്ഞുനാൾ മുതൽ ഈ നിമിഷം വരെ അനുഭവിച്ച ടെൻഷൻസ് എല്ലാം മാറി പോകുന്നതായിട്ട് ഇമാജിൻ ചെയ്തുകൊണ്ട് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യണം. അത് അനിവാര്യമായിട്ടൊരു ഘടകമാണ്. നമ്മുടെ ഇന്നർ ചൈൽഡിലെ പ്രോബ്ലംസ് മാറ്റിയെടുത്തില്ല എങ്കിൽ നമ്മളെ ചുറ്റിയുള്ളവർക്കും ഒരുപാട് ടെൻഷൻസ് ഉണ്ടാവും. കാരണം പ്രത്യക്ഷത്തിൽ അവരറിയുന്നില്ല അവരാണ് പ്രശ്നങ്ങളുടെയും ട്രോമ സിറ്റുവേഷൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന അവരാണെന്ന് അവർക്ക് അറിയാൻ കഴിയുന്നില്ല. പക്ഷെ അവർ എല്ലാവരെയും വെൽവിഷറായിട്ടായിരിക്കും നിൽക്കുന്നത് പ്രത്യക്ഷത്തിൽ. പക്ഷെ പരോക്ഷമായിട്ട് അവർ സത്യം പറഞ്ഞ് എല്ലാവരും ദ്രോഹിക്കുന്ന ഒരാളായിരിക്കും. അവരുടെ വീട്ടിനകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരാളായിരിക്കാം. അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ കൂടി നിങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ അത് ആ വ്യക്തിയുടെ കുറ്റമല്ല, മറിച്ച് ആ വ്യക്തി കുഞ്ഞുനാൾ അനുഭവിച്ച ടെൻഷൻസും പ്രശ്നങ്ങളും ഒക്കെ ആ വ്യക്തി വളർന്നതോടൊപ്പം തന്നെ ആ വ്യക്തിയുടെ മനസ്സിനകത്ത് അത് വളർന്നുകൊണ്ടേയിരുന്നു. അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെയുള്ളവരാണ് നിങ്ങൾക്ക് ചുറ്റിനുമെങ്കിൽ നിങ്ങൾ അവരെ കൈ കൊടുത്ത് കൂടെ നിർത്താൻ നോക്കുക. നമുക്ക് അവരെ കൈ കൊടുത്ത് സപ്പോർട്ട് ചെയ്ത് നമുക്ക് കൂടെ നിർത്താം. അങ്ങനെയുള്ള ഒരുപാട് പേര് നമ്മുടെ ചുറ്റിനും ഉണ്ടാവാം. അവർക്ക് എവിടെ പോയാലും പ്രോബ്ലംസ് ആയിരിക്കും, അല്ലെ? പേഴ്സണൽ ലൈഫിൽ പ്രോബ്ലംസ് ആയിരിക്കും, ജോലിയിൽ പ്രോബ്ലംസ് ആയിരിക്കും, എവിടെ അവർക്ക് പ്രോബ്ലംസ് ആയിരിക്കും. എൻ്റെ കാര്യം തന്നെ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെയുള്ള ഒരുപാട് ഇഷ്യൂസ് ഉള്ള ഒരാളായിരുന്നു. ഞാൻ പോകുന്ന ഒരു കാര്യവും സക്സസ് ആവുന്നില്ല, ഞാൻ പോകുന്നിടത്ത് ഒന്നും എനിക്ക് മനസ്സമാധാനം കണ്ടെത്താൻ കഴിയുന്നില്ല, എന്നും പ്രോബ്ലംസ് ആണ്. അപ്പൊ ഞാൻ എന്നെ തന്നെ ഹീൽ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തതിന്റെ ഭാഗമായിട്ട് എന്ത് പ്രോബ്ലംസ് വന്നാലും അതിനെയൊക്കെ ഫേസ് ചെയ്യാനുള്ള കഴിവ് എൻ്റെ മൈൻഡിനുണ്ട് എന്ന് എനിക്ക് തോന്നുന്ന ഒരു സിറ്റുവേഷനിലേക്ക് ഞാൻ എത്തിച്ചേർന്നു. നമുക്ക് പ്രശ്നങ്ങളെ തരണം ചെയ്തേ ജീവിക്കാൻ പറ്റും. പ്രശ്നങ്ങൾ ഇല്ലാത്ത ഒരു ലോകത്ത് നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ പ്രശ്നങ്ങളെ തരണം ചെയ്യാൻ വേണ്ടി നമ്മുടെ മൈൻഡിനെ പ്രാപ്തമാക്കണം. അതിന് മെഡിറ്റേഷൻ യൂസ് ചെയ്യണം. മെഡിറ്റേഷനും നിങ്ങളുടെ ഇമാജിനേഷൻ പവറും നമ്മുടെ മൈൻഡിന്റെ ആ ഒരു ക്രിയേറ്റിവിറ്റി എല്ലാം കൂടെ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ നമ്മുടെ ആ പ്രശ്നങ്ങളെ സോൾവ് ചെയ്യണം. സോൾവ് ചെയ്യുന്നതോടൊപ്പം ആ എന്ത് പ്രോബ്ലംസ് വന്നാലും അതിനെയൊക്കെ ഫേസ് ചെയ്യാനുള്ള ഒരു മനക്കരുത്ത് നേടിയെടുക്കണം. നമുക്ക് തന്നെ നമ്മളോടൊരു കോൺഫിഡൻസ് തോന്നണം. നമ്മുടെ പ്രശ്നങ്ങളെല്ലാം നമ്മൾ സോൾവ് ചെയ്യുന്നൊരു കോൺഫിഡൻസ് നമുക്ക് തന്നെ തോന്നുന്ന ഒരു സിറ്റുവേഷനിലേക്ക് നമ്മുടെ മൈൻഡിനെ വളർത്തിയെടുക്കണം. അതോടൊപ്പം തന്നെ ചില ആൾക്കാർ പറയുന്ന കേട്ടിട്ടുണ്ട്,
ഞാൻ എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കാൻ ആഗ്രഹിക്കാറുണ്ട്. പക്ഷെ അത് കുറച്ച് സമയത്തിന് ഇപ്പുറത്തേക്ക് കുറച്ച് സമയം കഴിയുമ്പോൾ ആ പോസിറ്റീവായിട്ട് ഇരിക്കുന്ന മൈൻഡ് പെട്ടെന്ന് നെഗറ്റീവ് ആവുന്നു. ചിന്തിച്ചിട്ടുണ്ടോ അത് എന്തുകൊണ്ടാണ് അങ്ങനെയെന്ന്? ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? നമ്മുടെ വീടിന്റെ അറ്റ്മോസ്ഫിയർ, നമ്മൾ എപ്പോഴും ഡിസ്റ്റർബ്ഡ് ആയിട്ട് ഇരിക്കുന്ന ഒരു വീടിന്റെ അറ്റ്മോസ്ഫിയറും ആ ഒരു ഡിസ്റ്റർബ്ഡ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ക്ലെൻസിങ് പ്രോസസ്സിലൂടെ നമുക്ക് നമ്മുടെ വീടിന്റെ അറ്റ്മോസ്ഫിയറിനെ മാറ്റിയെടുക്കാം. സുഗന്ധ വ്യഞ്ജനങ്ങളൊക്കെ കത്തിച്ച് നമുക്ക് ആ വീടിനെ ശുദ്ധീകരിക്കാം. കല്ലുപ്പുട്ട വെള്ളത്തിൽ തറയൊക്കെ തുടച്ച് നമുക്ക് വീടിനെ ശുദ്ധീകരിക്കാം. നമ്മുടെ മൈൻഡിനെ ക്ലിയർ ചെയ്യാം. നമ്മുടെ മൈൻഡിനെ എങ്ങനെ ക്ലിയർ ചെയ്യാം? നമ്മൾ മെഡിറ്റേഷനിലൂടെ നമ്മുടെ മൈൻഡിനെ ക്ലിയർ ചെയ്യണം. നമ്മൾ ഇരിക്കുന്ന സിറ്റുവേഷൻസ് ഒക്കെ പോസിറ്റിവിറ്റി ഉള്ളൊരു സിറ്റുവേഷൻസിലേക്ക് കൊണ്ടുവരണം. എന്താ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഈ പ്രോസസ്സ് നമ്മൾ ചെയ്തിരിക്കണം. പിന്നെ നമ്മുടെ ചുറ്റിനുമുള്ളവരെ മാറ്റാൻ നിൽക്കാതെ നമ്മൾ സ്വയം മാറുക. നമ്മുടെ ചിന്തകളിലും പ്രവൃത്തികളിലും നമ്മൾ മാറ്റങ്ങൾ സൃഷ്ടിക്കുമ്പോൾ നമുക്ക് ചുറ്റിനുള്ളതൊക്കെ ഓട്ടോമാറ്റിക്കലി മാറുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ഓട്ടോമാറ്റിക്കലി സക്സസ് ആയിട്ട് നമുക്ക് പോകാൻ കഴിയും. പിന്നെ നമുക്ക് ആരെയും മാറ്റാൻ കഴിയില്ല. അതാണ് ഏറ്റവും വലിയൊരു സത്യം എന്ന് പറയുന്നത്. നമുക്ക് ഈ ഭൂമിയിൽ ആരെയും മാറ്റാൻ കഴിയില്ല. നമുക്ക് സ്വയം മാറാനേ കഴിയൂ. ചില കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് സക്സസ് ആയിട്ട് ഇരിക്കാൻ കഴിയുകയുള്ളൂ, സക്സസ് ആയിട്ട് ജീവിക്കാൻ കഴിയുകയുള്ളൂ എന്നൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അതിനെയൊക്കെ നമുക്ക് ഒഴിവാക്കേണ്ടതായിട്ട് വരും. അതിന് ഒഴിവാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് സമാധാനം കണ്ടെത്താൻ കഴിയുള്ളൂ എന്നൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അത്തരം സിറ്റുവേഷൻസിനെ ഒഴിവാക്കുക. ഇന്ന് ഞാനത് പറയാനുള്ള കാര്യം എൻ്റെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുകയും കാണുകയും ചെയ്തതിന്റെ ഭാഗമായിട്ട് പറഞ്ഞതാണ്. അതുപോലെ തന്നെ ജോലിയിലൊക്കെ പ്രോബ്ലംസ് ഉണ്ടാവുക അല്ലെ? നമ്മുടെ ജോലിയിലൊക്കെ നമുക്ക് നിരന്തരമായിട്ട് പ്രോബ്ലംസ് വരിക. ഇപ്പൊ എന്റെയൊക്കെ ജീവിതത്തിൽ കുറെ നാളുകൾക്ക് മുന്നേ അങ്ങനെയായിരുന്നു. നിരന്തരമായിട്ട് ജോലിയിൽ പ്രോബ്ലംസ് വന്നുകൊണ്ടേയിരുന്നു. നിരന്തരമായിട്ട് ജോലിയിൽ പ്രോബ്ലംസ് വരുന്ന എന്തുകൊണ്ടാണ്? ഈ പ്രശ്നമാണ്. നമ്മുടെ ഇന്നർ ചൈൽഡിന്റെ ഒരു പ്രോബ്ലം നമ്മുടെ മൈൻഡിനകത്ത് കിടക്കുന്നത് കൊണ്ട് നമ്മുടെ ചുറ്റിനുമുള്ള എനർജീസ്, ഓറ എനർജീസിന്റെ ആ ഒരു എനർജി ഹൈ ആവാതെ ലോ എനർജിയിൽ നിൽക്കുന്നത് കൊണ്ട് നമുക്ക് ചുറ്റിനും അട്രാക്ട് ചെയ്ത് വരുന്ന ആൾക്കാരും ലോ എനർജി ഫ്രീക്വൻസിയിലുള്ളവരായിരിക്കും. സത്യത്തിൽ അതാണ് സംഭവിക്കുന്നത്. നമ്മുടെ ലോ എനർജി ആണ് നമ്മുടെ ബോഡിയിലെങ്കിൽ, നമ്മുടെ മൈൻഡിലെങ്കിൽ നമ്മൾ അട്രാക്ട് ചെയ്ത് നമ്മൾ കാണുന്ന സാഹചര്യവും ലോ എനർജിയുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ളവരെ ആയിരിക്കും. നമ്മൾ ഹൈ എനർജി ആയിട്ട് എപ്പോഴും ഇരുന്നെങ്കിൽ മാത്രമേ ഹൈ എനർജി ചിന്താഗതിയിലുള്ളവരെ നമുക്ക് കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ, നമുക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പൊ നമ്മുടെ ലോ എനർജി ഫ്രീക്വൻസി, നമ്മുടെ എനർജി ഫ്രീക്വൻസിയുടെ അളവ് ഹൈ ആക്കുക. നമ്മുടെ എനർജി ഫ്രീക്വൻസിയുടെ അളവ് ഹൈ ആക്കുന്നത് വഴി നമുക്ക് ചുറ്റിനും എല്ലാവരെയും പോസിറ്റീവായിട്ട് കണക്ട് ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കും. എങ്ങനെ? നമ്മുടെ അടുത്തേക്ക് വരുന്നവരൊക്കെ നമ്മളെക്കാൾ എനർജി ലെവലിൽ ഹൈ ആയിരിക്കുന്നവരായിരിക്കും. അതിനെപ്പോഴും നമ്മൾ മൈൻഡിനെ പോസിറ്റീവ് ആക്കി വെക്കാൻ മാക്സിമം ശ്രമിക്കുക. നമ്മൾ സ്ഥിരമായിട്ട് ഒരുപാട് പേരുമായിട്ട് സംസാരിക്കും അല്ലെ? ഒരുപാട് നല്ല കോണ്ടാക്ട്സുകൾ നമുക്കുണ്ടാവും, നല്ല സൗഹൃദങ്ങൾ ഉണ്ടാവും. പക്ഷെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഈ സൗഹൃദങ്ങളൊന്നും നമുക്ക് യൂസ്ഫുൾ ആകാതെ വരും. നമ്മൾ പറയത്തില്ലേ, ഞാൻ ഈ കഴിഞ്ഞ ദിവസം കൂടെ ഞാൻ ആ വാക്ക് യൂസ് ചെയ്തായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഒരു പൊതുവഴിയിൽ നമ്മൾ അല്ലെങ്കിൽ ഒരു ഒറ്റപ്പെട്ട സ്ഥലത്ത് നമ്മൾ തീർത്തും ഒറ്റപ്പെട്ടു പോയി നിൽക്കുക. ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ വരാറില്ലേ നമ്മുടെ ജീവിതത്തിൽ? ഒരുപാട് സംഭവിച്ചിട്ടുണ്ടാവും. ഇത് കാണുന്ന എൻ്റെ എല്ലാ സുഹൃത്തുക്കളുടെയും ജീവിതത്തിൽ അങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവുക അല്ലേ? അത് ഇപ്പൊ ഈ ഒരു സിറ്റുവേഷൻ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്കത് കണക്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾ അങ്ങനെ ഒറ്റപ്പെട്ടു പോകുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ എനർജി ലെവൽ, ലോ എനർജി, നിങ്ങളുടെ ഫ്രീക്വൻസി, എനർജിയുടെ ഫ്രീക്വൻസി വളരെ ലോ ആയതുകൊണ്ട് അങ്ങനെ ഒറ്റപ്പെട്ടു പോകാം. അതൊരു കാരണം. രണ്ടാമതായിട്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ എനർജി ലെവൽ ഹൈ ആക്കാൻ വേണ്ടി, നിങ്ങളെ തന്നെ ബോധ്യപ്പെടുത്താൻ വേണ്ടി യൂണിവേഴ്സ് സത്യത്തിലൊരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യും. കാരണം ആ സിറ്റുവേഷനിൽ നിങ്ങൾ പുറത്ത് വന്നു കഴിയുമ്പോൾ നിങ്ങൾ തന്നെ ചിന്തിക്കും, എനിക്കിതിനെ എങ്ങനെ സാധിച്ചു അല്ലെ? അങ്ങനെ തോന്നിയിട്ടുണ്ടോ ആർക്കെങ്കിലും? നിങ്ങൾ എങ്ങനെ ഈ സിറ്റുവേഷൻ തരണം ചെയ്തു, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാ എത്ര മനോഹരമായിട്ട് എത്ര സുന്ദരമായിട്ടാണ് ആ ഒരു സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യുന്നവർ നിങ്ങൾ തന്നെ നിങ്ങളോട് പ്രൗഡ് ഒരു മൊമെന്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ തന്നെ നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു അവസരം ഉണ്ടായിട്ടുണ്ടോ? എന്റെ ജീവിതത്തിൽ ഒരുപാട് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഇന്നലെ കൂടി. അതെന്താണ്? നമുക്കിനി ഒന്നുമില്ല, നമ്മുടെ ലൈഫിൽ ഒന്നുമില്ല എന്ന് തോന്നുന്നിടത്ത് നിന്ന് ഒരു സ്റ്റാർട്ടിങ് ചെയ്യാൻ ഒരു അവസരം, അത്തരത്തിലുള്ള അവസരം കിട്ടാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ യൂണിവേഴ്സ് അത്തരത്തിലൊരു അവസരം കൊണ്ടുതരുമ്പോൾ നമ്മൾ പറയുന്നത് എന്താണ്? എനിക്ക് ഇത്തരത്തിലൊരു അവസരം തന്നത് എന്തിനാണ്? എന്നെ ഈ ഒരു അവസരത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ?
ഇങ്ങനെ ഒരു സിറ്റുവേഷൻ എന്നെ കൊണ്ടിട്ടിട്ട് രക്ഷിക്കുന്നതിൽ എന്താ അർത്ഥം എന്ന് ചോദിക്കും. പക്ഷെ അത് അങ്ങനെയല്ല. മറിച്ച് ഏത് സിറ്റുവേഷനിലും നിങ്ങൾക്ക് അതിജീവിക്കാനുള്ള കരുത്ത് നിങ്ങളിൽ ഉണ്ടെന്ന് നിങ്ങളെ തന്നെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് യൂണിവേഴ്സ് അങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾ ആ യൂണിവേഴ്സിനോട് താങ്ക്സ് പറയുക. കാരണം എന്താണ്, ആ സിറ്റുവേഷൻ നിങ്ങൾക്ക് അത്ര മനോഹരമായിട്ട് ഹാൻഡിൽ ചെയ്യാൻ സാധിച്ചു. മറ്റുള്ളവർ അതിശയിപ്പിക്കുന്ന രീതിയിൽ നിങ്ങൾ ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്തു. അപ്പൊ നിങ്ങൾ നിങ്ങളോട് തന്നെ താങ്ക്സ് പറയുക, നിങ്ങൾ യൂണിവേഴ്സിനോട് താങ്ക്സ് പറയുക. പൊതുവഴികളിൽ ഒറ്റപ്പെട്ടു പോകുന്നവരുടെ ശ്രദ്ധയ്ക്ക് വേണ്ടിയിട്ട് ഞാനിങ്ങനെ പറഞ്ഞതാണ്. അല്ലേ, നമ്മൾ ഒറ്റപ്പെട്ടു പോകും ചില സമയത്ത്. നമ്മുടെ കൂടെ നിന്നവരൊക്കെ നമ്മളെ ചതിക്കുന്നു എന്നുള്ള ഫീലിങ്സ് വരും. നമുക്കിനിയും മുന്നോട്ടൊന്നും ഇല്ല എന്നുള്ള ചിന്ത വരും. അത്തരത്തിലുള്ള ചിന്തയും പ്രശ്നങ്ങളും ഒക്കെ വരുമ്പോൾ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, നിങ്ങൾ ഒറ്റയ്ക്കല്ല. കാരണം എന്താണ്, യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ ഉണ്ട്. നിങ്ങളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് തന്നെ നിങ്ങളിലൂടെ രക്ഷപ്പെടാൻ സാധിക്കും. നിങ്ങൾ അടങ്ങിയിരിക്കുന്ന അത്ഭുതകരമായ ആ കഴിവിനെ പുറത്തെടുക്കാൻ യൂണിവേഴ്സ് നിങ്ങൾക്ക് ഒരു അവസരം തന്നിരിക്കുകയാണ്. അല്ലെ, നിങ്ങളെ തന്നെ കഴിഞ്ഞ ജന്മങ്ങളിൽ നിങ്ങളെ തന്നെ ആ ഡിവൈൻ എനർജിയുടെ ഭാഗമായി ഭൂമിയിൽ ജനിച്ച് ജീവിച്ച് മരിച്ചുപോയ നിങ്ങളുടെ ആ സോള് കഴിഞ്ഞ ജന്മത്തെ കാര്യങ്ങൾ മറന്നിരിക്കുകയാണ്. നിങ്ങളുള്ള കഴിവിനെ മറന്നിരിക്കുകയാണ്. നിങ്ങളുടെ സോൾ എത്ര ദൂരം സഞ്ചരിച്ചിട്ടുണ്ടെന്നുള്ളത് യൂണിവേഴ്സിന് അറിയാം. അല്ലെ, നമ്മളത് മറന്നു പോകുന്നുണ്ടെങ്കിലും നമ്മുടെ സോൾ എത്ര ദൂരം സഞ്ചരിച്ചിരിക്കുകയാണെന്നുള്ള കാര്യം യൂണിവേഴ്സിന് അറിയാം. അപ്പൊ അതുകൊണ്ട് അതൊന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി യൂണിവേഴ്സ് ഇങ്ങനെ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മളിലേക്ക് കൊണ്ടുത്തരും. നമ്മൾ അതിനെ അത്ഭുതകരമായി ഇതിൽ നിന്നൊക്കെ പുറത്തു വരികയും നമ്മൾ പിന്നീട് നല്ലൊരു സ്റ്റാർട്ടപ്പിലൂടെ മുന്നോട്ട് പോവുകയും ചെയ്യും. അത് 100% ഉറപ്പായിട്ടുള്ള കാര്യമാണ്. പണ്ടുള്ളവർ പറയുന്ന കേട്ടില്ല, ഒരു വഴി അടഞ്ഞാൽ വേറെ പല വഴികൾ തുറക്കും. സത്യമാണത്. നമുക്ക് തോന്നും, അയ്യോ ഇതെന്താണ് ഇങ്ങനെ, ഇനി എന്ത് ചെയ്യും, അല്ലെ കയ്യിലുള്ള ജോലി നഷ്ടപ്പെട്ടു, നിങ്ങളുടെ നിങ്ങളുടെ ആത്മാർത്ഥ സുഹൃത്തുക്കൾ നിങ്ങളെ വിട്ടുപോയി, അല്ലെങ്കിൽ നിങ്ങളെ തെറ്റിദ്ധാരണ കൊണ്ട് നിങ്ങളോട് പിണങ്ങി മാറി നിൽക്കുന്നു, അതും അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആവുന്നു, അതും അല്ലെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻ ഡിവോഴ്സിലെത്തുന്നു. ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ വന്നു ചേരാം. നമ്മൾ കാണുന്നുമുണ്ട് ചുറ്റിനും പലതും. ഇതൊക്കെ എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇങ്ങനെ സംഭവിക്കുന്നത് താൽക്കാലികമായ ഒരു മാറ്റം അനിവാര്യമായതുകൊണ്ടായിരിക്കാം യൂണിവേഴ്സ് അങ്ങനെയൊരു ഇത് നിങ്ങളെ കാണിക്കുന്നത്. നിങ്ങൾ അങ്ങനെ ഒന്ന് തൽക്കാലം മാറി നിന്നിട്ട് നിങ്ങൾ തിരിച്ചു വരിക ജീവിതത്തിലേക്ക്. ആ തിരിച്ചുവരവിന്റെ ഒടുവിൽ ഒരു പക്ഷെ നിങ്ങൾക്ക് വീണ്ടും റീയൂണിയൻ സാധ്യമാകും. ചില കാര്യങ്ങൾ റീയൂണിയൻ സാധ്യമാകാതെ പോകുന്നുണ്ട്, അല്ലെ? അതെന്തുകൊണ്ടാണ്? റീയൂണിയൻ സാധ്യമാകുന്ന കാര്യങ്ങൾ ഞാൻ ഒന്ന് അനലൈസ് ചെയ്യാം. ജസ്റ്റ് ഞാൻ ഇതൊക്കെ എന്റെ ഒരു ഒബ്സർവേഷനിലൂടെയും എന്റെ അനുഭവങ്ങളിലൂടെയും പറയുന്ന കാര്യങ്ങളാണ്. അതിനകത്ത് പ്രത്യേകിച്ച് അത്ഭുതങ്ങളൊന്നുമില്ല. എനിക്കിത് പറയാൻ സാധിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്നിലുള്ള ഒരു അത്ഭുതം. അല്ലാതെ പ്രത്യേകിച്ച് അത്ഭുതങ്ങളൊന്നും ഇതിനകത്തില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞ റീയൂണിയൻ സാധ്യമാകുന്ന റിലേഷൻഷിപ്പ് ആണ് അതെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു സ്ഥലത്തുനിന്ന് ഒരു സ്ഥലത്തേക്ക് ഒരു മാറ്റം വന്നു, ഒരു അനിവാര്യമായ ഒരു ചേഞ്ചസ് വന്നു, നമുക്കതിനെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. നമ്മൾ മാക്സിമം ആ സിറ്റുവേഷനുമായിട്ട് പൊരുത്തപ്പെടാൻ ശ്രമിച്ചു നോക്കി. ഒരു ജോലിയുടെ കാര്യം തന്നെ എടുക്കാം. നമ്മളൊരു ജോലി സ്ഥലത്ത് നിന്ന് പെട്ടെന്ന് വേറൊരു ജോലി സ്ഥലത്തേക്ക് നമ്മൾ ട്രാൻസ്ഫർ ആയത് ഓക്കെ, അനിവാര്യമായ ഒരു ട്രാൻസ്ഫർ ആയിരുന്നു, നമ്മൾ അതിനെ അക്സെപ്റ്റ് ചെയ്തു, നമ്മളത് മാറി ട്രാൻസ്ഫർ ആയി വേറൊരു ജോലി സ്ഥലത്ത് വന്നു. നമുക്ക് എന്ത് ചെയ്താൽ പൊരുത്തപ്പെട്ട് പോകാൻ പറ്റുന്നില്ല. നമ്മൾ വേറെ ജോബൊക്കെ അന്വേഷിച്ച് തുടങ്ങുന്ന ഒരു സിറ്റുവേഷനൊക്കെ വരുന്നു. അപ്പൊ എന്താണ്, നിലവിലുള്ള ആ ഒരു സേഫ് സോണിൽ നിന്ന് നിങ്ങളൊരു ഡേഞ്ചർ സോണിലേക്ക് കടക്കാനുള്ള ഒരു കോൺഫിഡൻസ് എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ആ ജോലി നഷ്ടമാകണം, അല്ലെങ്കിൽ നിങ്ങൾ ആ ജോലി വിടണം എന്നുള്ള സിറ്റുവേഷൻ വരുന്നത് കൊണ്ടായിരിക്കാം അങ്ങനെ സംഭവിക്കുന്നത്. കാരണം എന്താണ്, നിങ്ങളുടെ മേഖല മറ്റെവിടെയോ ആണ്, അതിന് സമയമായിരിക്കുന്നു, അതിലേക്ക് കണക്ട് ചെയ്യാൻ സമയമായതുകൊണ്ട് അങ്ങനെ ഒരു മാറ്റം ഉണ്ടാകാം. ഇനി റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ വരികയാണെങ്കിൽ ചില റിലേഷൻഷിപ്പ് ഒക്കെ താൽക്കാലികമായിട്ട് ബ്രേക്കപ്പ് ആയി പോകും. അപ്പൊ ബ്രേക്കപ്പ് ആകുമ്പോഴും നമ്മുടെ മനസ്സിലൊരു കോൺഫിഡൻസ് ഉണ്ട്, നമുക്കിത് തിരിച്ചു വരുന്നത് തന്നെയാണ്. പക്ഷെ താൽക്കാലികമായ ഒരു വേദന അവിടെ ഉണ്ടാവും. അപ്പൊ എന്തുകൊണ്ടാണ്, നിങ്ങൾ ഒരുമിച്ച് നിന്നാൽ നടക്കുന്ന അല്ലെങ്കിൽ നടക്കാൻ പോകുന്ന പല വിപത്തുകളെയും നിങ്ങളെ സെപ്പറേറ്റ് ആക്കിക്കൊണ്ട് യൂണിവേഴ്സ് മാറ്റുന്നതാവാം. അതുമല്ല എങ്കിൽ നിങ്ങളുടെ ഒരു മാറ്റം, നിങ്ങളുടെ ഒരു ചേഞ്ചസ് നിങ്ങൾക്ക് വന്ന് നിങ്ങൾ പുതിയ വ്യക്തികളായിട്ട് വീണ്ടും തിരിച്ച് റീയൂണിയനിൽ എത്താൻ വേണ്ടിയിട്ടും ആവാം. ചില കേസുകളിൽ ഒരിക്കലും ഒരുമിക്കാൻ പറ്റാതെ സെപ്പറേറ്റ് ആയിട്ട് പോകുന്നു. അത് മുൻജന്മമായിട്ട് കണക്റ്റഡ് ആണ്, അല്ലെ? പറഞ്ഞിട്ടില്ല ഇന്നാർക്ക് ഇന്നാരെന്ന് എഴുതി വെച്ചിട്ടുണ്ടെന്ന്. അപ്പൊ അതുകൊണ്ടും അങ്ങനെ സംഭവിക്കാം. ഒരിക്കലും ചേരാൻ പാടില്ല. നമുക്ക് എന്താണ് വേണ്ടതെന്ന് നമ്മളെക്കാൾ നന്നായിട്ട് യൂണിവേഴ്സിന് അറിയാം. നമ്മളത് ചോദിക്കേണ്ട രീതിയിൽ ചോദിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ പ്രാർത്ഥനകളിൽ എപ്പോഴും നമ്മൾ പറയാറുണ്ട്, അല്ലെ, എനിക്കിത് തരണേ, എനിക്കിത് വേണേ, എനിക്കിത് കിട്ടണേ എന്നല്ലേ നമ്മളെപ്പോഴും യാചിക്കുകയാണ് യൂണിവേഴ്സിനോട്. നമ്മളുടെ തന്നെ തുല്യ എനർജിയിലുള്ള യൂണിവേഴ്സിനോട് ശരിക്കും പറഞ്ഞ് നമ്മൾ
ഒന്നും യാചിക്കേണ്ട കാര്യമില്ല. മറിച്ച് എന്താണ്, നമ്മുടെ പ്രാർത്ഥനയിൽ കുഞ്ഞു 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 ചേഞ്ചസ് വരുത്തുക. മറിച്ച് എന്ത് പറയണം യൂണിവേഴ്സിനോട്, ഡിയർ യൂണിവേഴ്സ്, എനിക്കിത് വേണം, എനിക്കിത് ലഭിക്കാനുള്ള എല്ലാ അർഹതയും എന്നിലുണ്ട്, നീ എനിക്കിത് തരണം, കാരണം നീ എന്നെ അത് തരാൻ പ്രാപ്തമാക്കണം, എനിക്കിത് കിട്ടാനുള്ള എല്ലാ അർഹതയും യോഗ്യതയും ഉണ്ട്. നമ്മൾ ഒരിക്കലും യാചിക്കുന്നവരാകാതെ യൂണിവേഴ്സിനോട് ആവശ്യപ്പെടുന്നവരാകുക. നമ്മുടെ വിശ്വസിക്കുന്ന ഏത് ശക്തിയാണോ ആ ശക്തിയോട് നമ്മൾ യാചിക്കാതെ ആ ശക്തിയോട് നമുക്ക് ഇന്നത് വേണമെന്ന് കോൺഫിഡൻസോട് കൂടി പറയാൻ പറ്റുന്ന ആൾക്കാരായിട്ട് നമുക്ക് മാറാൻ സാധിക്കണം. ഒന്നാമതായിട്ട് അത്. പിന്നെ എന്താണ്, നമ്മൾ യാചിക്കുമ്പോൾ നമ്മുടെ പുറകിൽ ഒരു ഇല്ലായ്മ കൂടെ സ്പഷ്ടമായിട്ട് വെളിയിൽ വരികയാണ് അല്ലെ. നമ്മുടെ യാചനയിൽ നമുക്കതില്ല. അപ്പൊ ഇല്ലാത്ത ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ യാചിക്കുന്നു എന്നുള്ള രീതിയിൽ വരും. അപ്പൊ ഉള്ളതിനൊന്നും നമ്മൾ നന്ദിയുള്ളവരല്ല, ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരല്ല എന്നുള്ളത് യൂണിവേഴ്സിന് മനസ്സിലാകും. അതുകൊണ്ട് തന്നെ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. ഞാൻ ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ച് പറയാനാണെങ്കിൽ മറ്റൊരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനിടയ്ക്ക് ഞാനിങ്ങ് വിട്ടുപോയതാണത്. നാളത്തെ വീഡിയോ ഞാൻ ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ച് തീർച്ചയായിട്ടും ചെയ്യുന്നതായിരിക്കും. അങ്ങനെ നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളിൽ നമ്മുടെ മനസ്സ് ഭാഗമാണ്. നമ്മുടെ മനസ്സിന്റെ ഒരു പ്രശ്നങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമ്മുടെ മനസ്സ് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഇതാണ് അല്ലെ. അതിന് നമുക്ക് പിടി കിട്ടുന്നില്ല. അതെങ്ങനെയാണ് അതിങ്ങനെ കടിഞ്ഞാണില്ലാത്തൊരു കുതിരയെ പോലെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ ഒരുപാട് സ്ട്രെസ്സിലും ടെൻഷനിലും ട്രോമയിലും ഒക്കെ അത് കൊണ്ടിങ്ങനെ കൊണ്ടുവന്ന് വലിച്ചിടുകയാണ് നമ്മൾ. കാരണം മറ്റുള്ളവരുടെ ട്രോമയും നമ്മളിലൂടെ സാധ്യമാകുന്നു. അവർക്കും ടെൻഷനും പ്രശ്നങ്ങളും നമ്മളിലൂടെ കൊടുക്കുന്നു. ഇന്ന് ഞാനൊരു കുറച്ച് മുന്നേ ഒരു തീരുമാനമെടുത്തു. ഇനി എത്ര വലിയ സിറ്റുവേഷൻസ് വന്നാലും എൻ്റെ മൈൻഡിന്റെ കൺട്രോൾ എൻ്റെ കയ്യിലായിരിക്കും. എൻ്റെ ദേഷ്യമാണേലും എൻ്റെ സങ്കടമാണേലും എൻ്റെ ഹാപ്പിനെസ് ആണേലും എൻ്റെ സ്നേഹമാണേലും എല്ലാത്തിൻ്റെയും കൺട്രോൾ എൻ്റെ കയ്യിലായിരിക്കുമെന്ന് ഞാൻ ഉറച്ചൊരു തീരുമാനമെടുത്തു. എന്നിലൂടെ ഇനി ആരും മെന്റൽ ട്രോമയിലേക്ക് പോവില്ല, വിഷമിക്കാൻ ഇടവരില്ല എന്ന് ഒരല്പം മുന്നേ ഞാൻ ഉറച്ച തീരുമാനമെടുത്തു. കാരണം എന്താണ്, എനിക്ക് മനസ്സിലായി എൻ്റെ മനസ്സിന്റെ കളികളെ കുറിച്ച്. എൻ്റെ മനസ്സൊരുക്കുന്ന നികൃഷ്ടമായ അല്ലെങ്കിൽ ബുദ്ധിമുട്ടിക്കുന്ന ആ ഒരു കളികളെ കുറിച്ച് എനിക്ക് മനസ്സിലായിരിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ മൈൻഡിന്റെ കൺട്രോൾ നിങ്ങളുടെ കയ്യിലാണ് എന്ന് നിങ്ങളുടെ ഉപബോധ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കാൻ ശ്രമിക്കുക. നമുക്കുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിക്കാനുള്ള കരുത്ത് യൂണിവേഴ്സ് നമുക്ക് തന്നിട്ടുണ്ട്. അത് സമയമാകുമ്പോൾ നമ്മളിലേക്ക് തന്നെ വരികയും നമ്മുടെ എല്ലാ പ്രശ്നങ്ങളെയും പ്രശ്നങ്ങളല്ലാതാക്കുന്ന രീതിയിൽ നമ്മുടെ മൈൻഡിന് പ്രവർത്തിക്കാനുള്ള ശക്തിയുണ്ട്. അത് ഓരോരുത്തരുടെയും സിറ്റുവേഷൻ അനുസരിച്ച് അത് പുറത്തു വരും. നമ്മൾ നന്ദിയുള്ളവരായിരിക്കുക, നമ്മുടെ ആവശ്യങ്ങൾ യൂണിവേഴ്സിനോട് ആവശ്യപ്പെടുക. ഒരിക്കലും യൂണിവേഴ്സിനോട് യാചിക്കരുത്, അത് തെറ്റാണ്. നമ്മുടെ ചുറ്റിനും സംഭവിക്കുന്ന എല്ലാ കാരണങ്ങളുടെയും ഉത്തരവാദിത്തം നമുക്കുള്ളതാണ്. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ലൈഫിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഭാഗ്യങ്ങൾ ഉണ്ടാവണം. നിങ്ങളുടെ ചിന്തകളിലൂടെ, നിങ്ങളുടെ വാക്കുകളിലൂടെ, നിങ്ങളുടെ മനസ്സിന്റെ കൺട്രോളിലൂടെ എല്ലാവർക്കും ഹാപ്പിനെസ് ഉണ്ടാവട്ടെ. മറ്റൊരു വീഡിയോയിൽ യൂസ്ഫുൾ ആയ മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. എനിക്ക് പോസിറ്റീവ് തിങ്കേഴ്സ് എന്നൊരു വാട്സപ്പ് കൂട്ടായ്മയുണ്ട്, അതിൽ ജോയിൻ ചെയ്യാം. നിങ്ങളുടെ സംശയങ്ങളും നിങ്ങളുടെ പ്രശ്നങ്ങളും ഒക്കെ അവിടെ ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് ഒരു സൊല്യൂഷനായിട്ട്, ഒരു മെന്ററായിട്ട് ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. സോ താങ്ക് യു.